പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് പിന്നാലെയാണ് ലോകത്തിന്റെ കണ്ണ് ലക്ഷദ്വീപിലേക്ക് പതിച്ചിരിക്കുന്നത്. മാലദ്വീപ് വിവാദം കൂടി കത്തിയതിന് പിന്നാലെ ദ്വീപിലേക്കുള്ള ശ്രദ്ധ 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. ലക്ഷദ്വീപിലേക്ക് യാത്ര നടത്താൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ക്യാമ്പയിൻ വരെ നടക്കുകയാണ്. ബോളിവുഡ്, ക്രിക്കറ്റ് താരങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പോലും ക്യാമ്പയിന്റെ ഭാഗമായിരിക്കുകയാണ്. എന്നാൽ ക്യാമ്പയിൻ ശക്തമാകുന്നതിനിടയിലും നിരവധി ചോദ്യങ്ങളാണ് ലക്ഷദ്വീപിലെ അടിസ്ഥാന സൗകര്യങ്ങളെ ചുറ്റിപ്പറ്റി ഉയരുന്നത്. ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം പോലും ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശത്ത് എങ്ങനെ വിനോദസഞ്ചാരികൾ നേരിട്ടെത്തുമെന്നാണ് ഇതിലെ പ്രധാനപ്പെട്ടത്. അഗതി, ബംഗാരം പോലുള്ള ചെറുഹെലി വിമാനത്താവളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് മാത്രമാണ് ഇവിടേക്ക് സർവീസ് ഉള്ളത്. ഈ വിവാദങ്ങൾക്കിടയിൽ വീണ്ടും ചർച്ചയാകുന്നത് അഗതി അന്താരാഷ്ട്ര അത്യാധുനിക വിമാനത്താവള പദ്ധതി തന്നെയാണ്. ലക്ഷദ്വീപിനെ അന്താരാഷ്ട്ര ടൂറിസം ഡെസ്റ്റിനിയാക്കി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ അഗതി അത്യാധുനിക വിമാനത്താവളം പദ്ധതി ആരംഭിച്ചത്. 2018 ആരംഭിച്ച ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2018 സെപ്റ്റംബറിൽ ചേർന്ന പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ബോർഡിന്റെ യോഗത്തിലാണ് അഗതി വിമാനത്താവളത്തെ വികസിപ്പിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. ATR 72 വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങൾ വരെ ലാൻഡ് ചെയ്യിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ദ്വീപിലെ വിമാനത്താവളം സജ്ജീകരിക്കുന്നത്. ഇത് സംബന്ധിച്ച പഠന റിപ്പോർട്ട് അറ്റ്ലാന്റ്സ് മാനേജ്മെന്റ് കൺസൾട്ടൻസി സർവീസ് കഴിഞ്ഞ ഡിസംബറിൽ അധികൃതർക്ക് കൈമാറിയിരുന്നു. ഭൂമി ഏറ്റെടുക്കൽ, പരിസ്ഥിതിക്ക് വന്നേക്കാവുന്ന മാറ്റങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെ പദ്ധതി പൂർത്തീകരണത്തിന്റെ വേഗത കൂട്ടിയിരിക്കുന്നതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2026 മാർച്ച് 31 അത്യാധുനിക വിമാനത്താവളം പ്രവർത്തന സജ്ജമാക്കുമെന്നാണ് വിവരം. ഐലാൻഡ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ലക്ഷദ്വീപിലേക്ക് കേന്ദ്ര ശ്രദ്ധ ചെലുത്തുന്ന സാഹചര്യത്തിൽ പദ്ധതി വേഗത്തിൽ യാഥാർത്ഥ്യമാകുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രി ദ്വീപ് സന്ദർശിച്ചതിന് പിന്നാലെ ലക്ഷദ്വീപിനെ കുറിച്ച് തിരയുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലും വർധനവ് സംഭവിച്ചതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.